Dear students, very good morning all. Once more all are welcome to Business Management new video classroom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് ഏരിയയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനെയാണ്. ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഫേമിൽ, ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്, അതർവൈസ് നമ്മളൊരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഫേമിലെ ഒരു വർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയം അവിടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ചാനൽ ഏതെല്ലാമാണ്, ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഓരോ ഓർഗനൈസേഷനിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓരോ ഫേമിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ലെവൽസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പ് അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓൾ ടൈപ്സും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ചെല്ലുന്ന സമയം അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലവറെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ കാണുമ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളോടും നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ അത് ഏത് ടൈപ്പിലുള്ളതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചാർട്ടാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് മീൻസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു 5 മാർക്സ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാർട്ട് ആദ്യം തന്നെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ചാർട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഈ എഴുതിയ കുട്ടിക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാമാണ്, ഒരു ഓർഗനൈസേഷനിൽ ഫോം ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഏതാണെന്നുള്ളത് കുട്ടിക്ക് നല്ല ഐഡിയ ഉണ്ട് എന്നുള്ള ഒരു റിസൾട്ട്, അപ്പോൾ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടിയിരിക്കും നമ്മൾ ഈ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസിനെ 3 തരത്തിലാണ് അല്ലെങ്കിൽ 3 ബേസിസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് സ്ട്രക്ചർ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്തുകൊണ്ട്. രണ്ടാമത്തത് ഡയറക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഏത് സ്റ്റാൻഡിലാണ് അത് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രഷൻ, ഏത് രീതിയിലാണ് നമ്മൾ മെസ്സേജ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് 3 വേസിലാണ്. ഫസ്റ്റ് വേസ് നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്. സെക്കൻഡ് ബേസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ അതായത് മെസ്സേജ് മൂവ് ചെയ്യുന്ന വേസ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ബേസ്. മൂന്നാമത്തെ പാർട്ടില് എക്സ്പ്രഷൻ, അത് നമ്മൾ മറ്റൊരു ആളുമായിട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ബേസിൽ കമ്മ്യൂണിക്കേഷനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2 പാർട്ടിലാണ്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യുന്നതിന്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് വൺ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, second one upward communication, then third one horizontal communication. Okay, then എക്സ്പ്രസ് ചെയ്യുന്ന വേസിൽ എങ്ങനെയാണ് നമ്മുടെ ആ മെസ്സേജ് മറ്റുള്ളവർക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഏത് ടൈപ്പിലാണ് എന്നുള്ളതിന്റെ ബേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ദാറ്റ് മീൻസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. വളരെ സിമ്പിൾ ആണ് കമ്മ്യൂണിക്കേഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിന്റെ 3 ബേസിസ് എന്ന് പറഞ്ഞാൽ
First one structure, second one direction, third one expression. Then structure based formal communication and informal communication. Then direction based downward, upward and horizontal communication. Then third one express ചെയ്തിട്ടുള്ള ഇതിന്റെ ways അനുസരിച്ച് കൊണ്ട് written and oral communication. Okay, വളരെ സിമ്പിൾ ആണ്. ഇനി ഇതിൽ 4 മാർക്സ് 5 മാർക്സ് ഏരിയയിലും അതായത് ഷോർട്ട് എസ്സേ പാരഗ്രാഫ് വൈസിലുള്ള ആൻസർ ചെയ്യുന്നിടത്തും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 2 മാർക്ക് ഏരിയയിലും ചോദിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം പഠിച്ചു പോയാൽ 7 മാർക്കാണ് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 5 മാർക്സിന്റെ ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ 5 മാർക്സ് നമ്മൾ സ്കോർ ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് 2 മാർക്സ് ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഈ ഒരൊറ്റ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് മാത്രം പഠിച്ചതുകൊണ്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ആ വേർഡിനകത്തുണ്ട് അതിന്റെ മീനിങ്. അതായത് കമ്മ്യൂണിക്കേഷന് ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ that means പ്രീ ഡിറ്റർമിൻഡ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വേ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? there is no pre-defined structure. No pre-defined structure. അവിടെ എന്തില്ല, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവൈലബിൾ അല്ല. ദാറ്റ് മീൻസ് ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയം ഒരു സ്പെസിഫിക് പാത്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വേ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം. ദാറ്റ് മീൻസ് ഇതിനിപ്പോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ടോപ്പ് ലെവലിലുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സ് മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഈ ഒരു സ്ട്രക്ചറിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ലോവർ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലോവർ ലെവൽ വർക്കേഴ്സ്, ഇപ്പൊ ലോവർ ലെവലിലുള്ള വർക്കറുമായിട്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഈ മിഡിൽ മാനേജ്മെന്റിനെ ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു സ്ട്രക്ചർ അവൈലബിൾ ആയി അല്ലെങ്കിൽ ഒരു പാത്ത്. ഈ പാത്ത് എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ചസ് വരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു ലോവർ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോട് അല്ലെങ്കിൽ ഒരു വർക്കറോട് അല്ലെങ്കിൽ ഒരു ഫോർമാനോടോ സൂപ്പർവൈസറിനോ ഒരു ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിലൂടെ മാത്രമേ പറ്റുള്ളൂ? മിഡിൽ ലെവൽ മാനേജേഴ്സിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോർമൽ സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then what is formal communication? It refers to the flow of official information. The flow of official information through proper or predefined channel or routes. നമ്മൾ പറഞ്ഞ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു റൂട്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫോർമേഷൻസ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് റെഫേഴ്സ് ടു the flow of official information through proper predefined channel and routes. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കും, അതിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫോർമേഷൻസ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. The flow of information is controlled and needs deliberate effort to be properly communicated. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജ് പ്രീ ഡിഫൈൻഡ് ആണ്. ഏതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചാനൽ അല്ലെങ്കിൽ റൂട്ട് പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, then formal communication follows a hierarchical structure and chain of commands. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു കമാൻഡ് ഫോർവേഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് എന്ത് പാസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ. The structure is typically top to down. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ഡൗൺവേർഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. From leaders in various departments and the senior staff in the organization. ഒരു ഫോമിനകത്തുള്ള ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ സബോർഡിനേറ്റ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂട്ട്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ചാനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം.
Then second way, what is informal communication? എന്താണ് informal communications എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഇവരോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയം എന്താണ്, ഒരു ഫോർമാലിറ്റീസും ഉണ്ടാവില്ല അതിനകത്ത്. നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താണ് നമുക്ക് തോന്നുന്നത് അത് അവരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാം. അതേസമയം ഒരു ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ബേസ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ രീതിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ചാനലോ അല്ലെങ്കിൽ ഒരു റൂട്ടോ അവൈലബിൾ അല്ല. നമുക്ക് ഏത് മൊമെന്റിലാണോ തോന്നുന്നത് ആ ഒരു മൊമെന്റിൽ തന്നെ ഒരു ചാനലിനെയും കൺസിഡർ ചെയ്താതെ അല്ലെങ്കിൽ ഒരു റൂട്ടിനെ കൺസിഡർ ചെയ്യാതെ കണ്ടിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. There is no any formalities for the flow of information from one person to another. Okay, then it refers to the communication which is multi-dimensional. Informal communication moves freely within the organization and is not bound by predefined channels and communication routes. അപ്പോൾ ഇവിടെ എന്താണ്, വളരെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്തില്ല, ഒരു പ്രോപ്പർ ചാനലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റൂട്ടോ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറോ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്തിട്ടല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, then informal communication is far more relational than formal communication and is by nature a very natural form of communication as people interact with each other freely and can talk about a diverse range of topic, often extending outside of their work duties. Okay, അപ്പോൾ ഓരോ ഇൻഫോർമേഷൻസും ഒരു ഫ്രണ്ട്ലി ബേസിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും ഇവിടെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ഈസ് കൺസിഡേർഡ് ഇഫക്റ്റീവ് ആസ് എംപ്ലോയീസ് ക്യാൻ ഡിസ്കസ് വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് വിച്ച് സേവ്സ് ദ ഓർഗനൈസേഷൻ ടൈം ആൻഡ് മണി. ഓക്കെ, അപ്പോൾ ഇവിടെ അധികവും എന്ത് ചെയ്യുന്നത്, ഈ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് ഒരു പ്രോപ്പർ ചാനൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റൂട്ട് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഓരോ വർക്കേഴ്സും ആ വർക്കേഴ്സിന് ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരെ അലേർട്ട് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണോ അതാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവുക. അവിടെ എന്തിനാവശ്യമില്ല, ഒരു ഫോർമാലിറ്റീസും ആരും കീപ്പ് ചെയ്യേണ്ടതില്ല. വളരെ ഫ്രീ ആയിട്ട് ഏതൊരു സമയത്തും വളരെ നേച്ചുറൽ ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, then informal communication in the workplace is often called grapevine. 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 അധികം എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ ഗ്രേപ്പ്വൈൻ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ നോൺ ആസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. The communications transferred or implemented without any formal channel or routes. ഒരു ഫോർമൽ ആയിട്ടുള്ള ചാനലോ അല്ലെങ്കിൽ റൂട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ അവൈലബിൾ അല്ലാത്ത കണ്ടിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതിനെയാണ് ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഇങ്ങനെ ആയിരിക്കാം 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക, വാട്ട് ഡു യു മീൻ ബൈ ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ? Grapevine communication is also known as informal communication. Informal communications on the basis of structure of an organization. It has no predefined structure or route or channels. Then through at this moment the communication transferred from one person to another very freely and natural communications. Okay, is it clear? Then second part, direction, on the basis of direction. അതായത് ഡയറക്ഷൻ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ് നടക്കുന്നതിൻ്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ എന്താണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. Then first of all, downward communication. Most people associate organizational communication
with downward communication. Majority organization അകത്തും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഓക്കെ, അതായത് ഒരു ഹയറാർക്കിക്കൽ പൊസിഷൻ, അതായത് അതിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കുള്ള ഓരോ ആളുകൾക്കും ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ്, ഓരോ ഐഡിയാസ്, പ്രൊസീജിയർ, ഷെഡ്യൂൾസ് ഇതൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് ഏതാണ്? ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, it refers to the formal process of relaying information to employees through a chain of command. ഒരു കമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും അതിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്റെ പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് ഓർ എനി ഐഡിയാസ് ഇതെന്ത് ചെയ്യുന്നു? എല്ലാം ഇപ്പോഴും ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദ ഡൗൺവേർഡ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫേഴ്സ് ഇൻഫോർമേഷൻ ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ top level managers use downward communication to provide information to employees on company objective, strategies, policies and procedures. ഓക്കെ, ഇപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ഇപ്പോൾ സെല്ലിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോം ഒക്കെ ആണെങ്കിൽ ഓരോ സീസൺ വരുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഓൾ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എന്താണ് ഓൾ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ? Odd pricing. What is odd pricing? What is an example of odd pricing? Rupees 199. Rupees 199. It is an odd pricing system. ഇതൊരു സ്ട്രാറ്റജിയാണ്. That means ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് 200 രൂപ പേ ചെയ്യേണ്ട കസ്റ്റമർ എന്ത് പേ ചെയ്താൽ മതി? 199. ഓക്കെ, അപ്പോൾ 199 റുപ്പീസ് കൊടുത്താൽ 200 രൂപ വരെയുള്ള പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അപ്പൊ നമുക്കറിയാം റീചാർജ് ചെയ്യുന്ന സമയം 49 or 48 ഇതൊക്കെ റീചാർജ് കൂപ്പൺസ് അവൈലബിൾ ആണ് ഔട്ട് ഓഫ് 50. ഓക്കെ, അപ്പൊ 50 റുപ്പീസ് കൊടുക്കണം. അപ്പൊ ഇവിടെ കമ്പനിക്ക് 2 റുപ്പീസ് പ്രോഫിറ്റ് ആണ്, ഇവിടെ കമ്പനിക്ക് 1 റുപ്പീസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 1 രൂപ റിട്ടേൺ എന്ത് ചെയ്യുന്നില്ല, ആരും ചോദിക്കുന്നില്ല. അതുപോലെ 2 റുപ്പീസും ആരും എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ മേടിക്കുന്നില്ല. കമ്പനിയിലുള്ള അല്ലെങ്കിൽ ആ സെയിൽസ്മാൻ കൊടുക്കാനും വില്ലിങ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഓരോ 48ന്റെ വൗച്ചറും അല്ലെങ്കിൽ ഓരോ 49ന്റെ വൗച്ചറും സെയിൽ ചെയ്യുമ്പോൾ കമ്പനി അഡീഷണൽ 1 റുപ്പി അല്ലെങ്കിൽ 2 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഓഡ് പ്രൈസ്. ഇതൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇതാണ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു സീസണിൽ അപ്ലൈ ചെയ്യണം എന്ന് കമ്പനി എന്ത് ചെയ്യുന്നു? അതിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെയുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പോളിസീസ് അഥവാ പ്രിൻസിപ്പിൾസ് or any ideas or any information ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. Then they use speech, meeting, memos and messages to get their message across to all employees. It is used in the following ways. That means giving instructions and information required for the job. അപ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അപ്പോൾ പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഐഡിയാസ് അതെന്ത് ചെയ്യണം? അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ഓൺ ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. അപ്പോൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ട്, ഇപ്പോൾ അപ്രൈസലാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്രൈസൽ നടത്തിയിട്ടുള്ള റിസൾട്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഓർഗനൈസേഷൻസ് മിഷൻ ആൻഡ് വിഷൻ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ വിഷൻസ്, കമ്പനീന്റെ മിഷൻ ഇത് എന്തെല്ലാമാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദർ ജോബ്. ഓരോരുത്തരുടെയും ജോബിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിന്റെ ഐഡിയാസും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ വാട്ട് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്? ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് downward communications. Another key form of communication is upward communication, in which information travels from lower level to higher levels in an organization.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ്. Then upward communication lower level to top level. Okay. Then upward communication reduces the frustration among employees, enables supportive structure to be put in place and foster cooperation. Then you can think of many other upward communication flow example in an organization. That means any request. For salary in the case, എന്തെങ്കിലും അമ്യൂണിറ്റീസിന്റെ കേസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ സ്ട്രക്ചറിന്റെ കേസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്കീമുകൾ വരുന്ന സമയം, ദെൻ ഏതെങ്കിലും തരത്തിലുള്ള ലീവ് അനുവദിച്ച് കിട്ടുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ് ഒരു ലോവർ ലെവൽ എംപ്ലോയി ടോപ്പ് ലെവൽ എംപ്ലോയീസിനോട്. അതായത് അവരുടെ ഹയറാർക്കിയിൽ ഹയർ പോസ്റ്റിൽ നിൽക്കുന്നത് ആരാണോ അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്. ദെൻ എസ്റ്റിമേഷൻസ്, then complaints or proposal and so on. Okay. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ, അതായത് ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ, എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ, അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അപ്പോൾ അവരെന്ത് ചെയ്യാണ്? സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരുപാട് എസ്റ്റിമേഷൻസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ലോവർ ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിനെയാണ് എന്ത് പറയുക? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then third part, horizontal communication. എന്താണ് horizontal communication? This is the form of horizontal communication. Horizontal communications. It takes place between employees within the same status. Okay. അപ്പോൾ ഇവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് സെയിം പൊസിഷനിലുള്ള. All clerks, all managers, then all tailors, then all production managers. Anyway, അപ്പോൾ ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ സ്റ്റാറ്റസിൽ, ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഒരേ സാലറി പാക്കേജ്, ദെൻ ഒരേ വർക്കിംഗ് ടൈം, ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെയിം ലെവൽ ഓഫ് എംപ്ലോയീസിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ നോൺ ആസ് lateral communication. Lateral communication. Maybe ask the question for 2 marks. Then one is grapevine communication, that is informal communication. Then another one is horizontal communication, lateral communication. Maybe ask the question, what do you mean by lateral communication? Or expand the term lateral communication. So lateral communication is also known as horizontal communication. Horizontal communication on the basis of direction of an organization. Okay. Then involves, that means lateral communication involves the flow of message between individuals and groups on the same level of an organization. ഒരു ഓർഗനൈസേഷനകത്തുള്ള സെയിം ലെവൽ ഓഫ് എംപ്ലോയീസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, അല്ലെങ്കിൽ ഫാക്ട്, അല്ലെങ്കിൽ ഇവന്റുകൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഇതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് പാർട്ട്, ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പ്രഷൻ, എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഐദർ റിട്ടൺ ഓർ ഓറൽ. അപ്പോൾ റിട്ടൺ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The communication in which the message is transmitted in written or printed form is known as written communication. അപ്പോൾ ഒരു പ്രിന്റഡ് അല്ലെങ്കിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ രണ്ട് എംപ്ലോയീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു പ്രൂഫും കൂടിയാണ്, അല്ലെ? ഒരാൾ നമുക്കൊരു മെസ്സേജ് തന്നത് ഒരു റിട്ടൺ ഫോർമാറ്റിലാണെങ്കിൽ, അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അലേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുള്ള ഫാക്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട് ഇന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മോട് ഒരു മെസ്സേജ് കിട്ടിയതാണ്, അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഇവന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൂഫും കൂടി ആയിരിക്കും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. Okay, it is the most reliable mode of communication and it is highly preferred in the business world because of its formal and sophisticated nature.
ഇതിനെന്തുണ്ട്, ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അവൈലബിൾ ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള കോപ്പി അതിന്റെ കൺസേൺഡ് ഓഫീസിലുണ്ടാവും, നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ അത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസ് എ ട്രൂ ഓർ ഫാൾസ്. ദ വാരിയസ് ചാനൽ ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ആ ലെറ്റർ അയക്കുന്നു, അല്ലെങ്കിൽ മെമ്മോസ് അയക്കുന്നു, അതുപോലെ ഇമെയില്, അല്ലെങ്കിൽ ജേർണൽസ്, then magazine, newspaper, text message or any reports, etc. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഇവന്റും എന്താണ് റിട്ടേൺ. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലൂടെ വരുന്ന മെസ്സേജ് അതെന്താണ്, ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, then second part, oral communication. Then what do you mean by oral communications? Oral communication is the process of conveying or receiving message within the use of spoken words. അപ്പോൾ ഓരോ സ്പോക്കൺ വേർഡ്, ഇപ്പോൾ ഓരോ സിമ്പിൾസ് ഉണ്ടായിരിക്കും ഓരോ വേർഡ്സും. ഇപ്പൊ നമുക്കറിയാം, ഒരു ബസ്സിലൊക്കെ, ഒരു പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലീനറും ചെക്കറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ സിമ്പിളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ഏരിയയിലേക്ക്. അതൊരു ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതൊരു ഒരു ജസ്റ്റർ പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പോൾ ഓരോ ആൾ കയറി കഴിഞ്ഞാൽ അയാൾ ഇറങ്ങുന്ന ഏരിയ, ഇപ്പോൾ ഓരോ ഏരിയയിലേക്ക് ഓരോ കോഡ് അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പോൾ അത് ഏത് സമയവും മാറ്റം വരുത്താം. പക്ഷെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, then this mode of communication is highly used across the world because of rapid transmission of information and prompt reply. ഓക്കെ, നമ്മൾ ഒരാളോട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുകയാണ്, ഇപ്പോൾ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ആ വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുകയാണെന്ന് നമുക്ക് ഉറപ്പായി എന്ത് അയാളുടെ ഈ മെസ്സേജ് ട്രാൻസ്മിഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ഈ മെസ്സേജ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾ എനിക്ക് റിപ്ലൈ ചെയ്തത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അതിന് റിപ്ലൈ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഏതിൽ, ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, then oral communication can either be in the form of direct conversation between two or more persons, like face-to-face communication, or lectures, or any meeting, seminar, group discussion, conference, etc. Then or indirect conversation in the form in which medium used in the interchange of information like telephonic conversation and video call or voice call. ഓക്കെ, ഇപ്പോൾ ഫോണിലൂടെ, ഇപ്പോൾ ലാൻഡ് ഫോണിലായാലും മൊബൈലിലായാലും അതിൽ തന്നെ വോയിസ് അയക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്താണ്, നമ്മൾ കാണാത്ത രീതിയിൽ, അതായത് ഒരു വോയിസ് സെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാൻഡ് ഫോണിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ ഫോർമലായിട്ട് കാണുന്നില്ല, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്നില്ല. അതേസമയം മറ്റു തരത്തിൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഏത് നടത്തുന്നുണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഫേസ് ടു ഫേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർമലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇൻഫോർമൽ ആണ് എന്ന് പറയുന്നതിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പോകുന്നതിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വൺസ് മോർ, കമ്മ്യൂണിക്കേഷൻ classified on the basis of structure, direction and expression. Then on the basis of structure, formal communication and informal communication. Informal communication, another name is grapevine. Then on the basis of direction, downward, upward and horizontal communication. The third part, then horizontal communication is also known as lateral communication. The third part, expression. On the basis of expression, it can be divided into two, written communication and oral communications. Okay, so mark over maybe 4-5 marks and also 2 marks question. The total 7 marks under only one topic, kinds of communication. Is it clear? Thank you.